ഗോപിക സൂരജ്. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്യണം, എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. ഒരു ഫസ്റ്റ് ട്രൈ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇന്നിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മൂവാറ്റുപുഴ വരെ പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും സൂരജേട്ടൻ പറഞ്ഞു പറ്റുകയാണെങ്കിൽ നമുക്കൊന്ന് മൂന്നാറും കൂടെ കയറാം, കാരണം അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ കരുതി അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ ആയിക്കോട്ടെ എൻ്റെ ഫസ്റ്റ് വ്ളോഗ്. ഈ വ്ളോഗ് എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എനിക്കറിയില്ല എപ്പോഴും ഇതൊരു വ്ളോഗ് ആകുമോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ബാക്കി ഷൂട്ട് ചെയ്തിട്ടിടാം. ഹായ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ യാത്രയിൽ. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ യൂട്യൂബിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് സബ്സ്ക്രൈബേഴ്സ് 100 ആയിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇന്നലെയാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് ഒരു ദിവസം കൊണ്ട് 100 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടില്ല? അൽഫാം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ? അതെ. എന്തിന് എന്റെ മുഖം കാണിച്ച് കൗണ്ട് കിട്ടി കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം. അതിന് നിന്റെ മുഖം കാണിച്ച് കൗണ്ട് ഇട്ടാ നീ ഒരു മോഹൻലാലോ? ചിലപ്പോ 500 വ്യൂ ആയിരിക്കും. നാളെ സൂരജ് ഇരിക്കുന്നു എന്ന് പറഞ്ഞായിരിക്കും വ്യൂ കയറണം. ഈ വ്ളോഗിന്റെ വ്യൂ കയറിയിട്ടായിരിക്കും ചിലപ്പോൾ നിനക്ക് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിലോ? ഞാൻ ഒരിക്കലും വ്ളോഗ് കണ്ട ആർക്കും വേഷം കൊടുക്കൂല. ചിലപ്പോൾ വ്ളോഗ് കണ്ട് വേഷം കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിലോ? പുച്ഛം, വ്ളോഗിങ്ങിനോട് പുച്ഛമുള്ള ഒരാള്. ഞാൻ നിനക്ക് തരുന്നു. നിന്റെ വീടോ? എന്റെ വീടല്ലേ? ഹോട്ടലോ? ഞാൻ പൈസ കൊടുത്തു. എന്റെ വീട്, എന്റെ റൂം. താങ്ക് യു. സെക്കൻഡ് വൺ, ഫസ്റ്റ് ടീ, സെക്കൻഡ് കോഫി. ആഹാ, എങ്ങനെയുണ്ട് കോഫി? എന്ത് പറഞ്ഞപ്പോഴത്തേക്കൊരു വിഷമം? അന്നാ നീ കുടിക്കണ്ട, ബാക്കി കളഞ്ഞോ? അതും കുടിക്കണോ? അതും കളയണ്ടെന്ന് വെച്ച് വയറ്റിലോട്ട് കളയുകയാണ്. കഴിഞ്ഞോ മോർണിംഗ് വർക്കൗട്ട്സ്? പുഷപ്പ് മാത്രമേ ഉള്ളോ? അങ്ങനെ ഇനി വീഡിയോ എടുക്കണ്ടിട്ട് നിർത്തിയിട്ട് ഓടിയാണോ? അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി തന്നെ മൂന്നാറെത്തി. മൂന്നാർ ഇന്നലെ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് രാവിലെ തിരിച്ചു പോവാണ് കേട്ടോ. ഇപ്പം രാവിലെ അല്ല, ഓൾമോസ്റ്റ് ഉച്ചയായി, 12:30 ആയി. അപ്പോൾ ഇവിടെ അധികം നമുക്ക് കാണാനൊന്നുമില്ല, കാരണം ഇത് നമ്മുടെ 6th ടൈമാണ് നമ്മൾ മൂന്നാർ വന്നേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലൈമറ്റ് എൻജോയ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെക്കൗട്ടിന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് രാവിലത്തെ വ്യൂ ഇതാണ് റൂമിൽ നിന്ന്. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേക്ക് ശേഷം
ലവളിത തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം നിൽക്കാമെന്ന് കരുതിയതാണ്, പക്ഷെ അവർക്ക് സമയം കിട്ടുന്നില്ല. അത്രയും വീട്ടിൽ പോകുന്നതേ ഇഷ്ടമല്ല. ഇതാ ലിഫ്റ്റ്. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains that ഫുൾ ടൈം ഫോണിലായിരിക്കുന്ന ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഫോൺ മാറ്റി വെച്ചിരിക്കാറുണ്ടോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും? നമ്മളങ്ങനെ ഒരു സ്ഥലത്തും കറങ്ങണ്ട എന്ന് പ്ലാൻ ചെയ്തെങ്കിലും റോസ് ഗാർഡൻ കയറി കണ്ടിട്ട് പോവാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ റോസ് ഗാർഡൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്.
അതെന്റെ കുറ്റം, മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. അത് അച്ഛനോട് അമ്മയോട് ചോദിക്കും. പോയാലോ? കഴിഞ്ഞില്ലേ? അങ്ങനെ നമ്മുടെ റോസ് ഗാർഡൻ വിസിറ്റ് കഴിഞ്ഞു. കൊള്ളാം, നല്ല രസമുണ്ട്. ഞാൻ ഇതിനു മുന്നേ മണാലിയിലാണ് ഇത്രയും വലിയ റോസാപ്പൂക്കളെ കണ്ടത്. അപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീട്ടിലതുകൊണ്ട് നട്ട് മുളപ്പിക്കണം എന്നൊക്കെ. പക്ഷേ അവിടെ നിന്ന് നമ്മൾ കമ്പൊക്കെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നെങ്കിലും ഇവിടെ നട്ട് വെച്ചിട്ടൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് പൊടിച്ചു. പക്ഷെ അവിടെ കിട്ടുന്നത്ര വലിയ പൂക്കൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്നില്ല. എനിക്ക് തോന്നുന്നു ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ റോസ് ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞ് മൂന്നാറിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് കണ്ട കുറച്ച് തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ വീഡിയോസ് എടുത്ത് വെച്ചു നമ്മുടെ ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഇറങ്ങി നമ്മൾ ഇത്തവണ ഫോട്ടോ ഒന്നും എടുത്തില്ല, കാരണം ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ ജസ്റ്റ് ആ മൂന്നാറിൻ്റെ ക്ലൈമറ്റ് മാത്രം ആസ്വദിക്കാം എന്ന് കരുതിയിട്ട് വന്നതാണ് ഇങ്ങോട്ടേക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനൊന്നും ഉള്ളൊരു വൈബിലായിരുന്നില്ല. പിന്നെ ഞാൻ വീഡിയോസ് വ്ളോഗ് തുടങ്ങുന്നതുകൊണ്ട് എടുത്ത് വെക്കാമെന്ന് കരുതി എടുത്തതാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. ട്രിവാൻഡ്രത്ത് എത്തിയ ഉടനെ തന്നെ താവൂസിലേക്ക് എത്തി നമ്മുടെ രാത്രി ഭക്ഷണമായ അൽഫാം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും ഉള്ളൊരു പതിവാണ്. അങ്ങനെ ഇവിടെ വന്ന് ഉണ്ണിച്ചേട്ടനെയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ എന്നും വീട്ടിലേക്ക് പോകാറാണ് പതിവ്. അപ്പോൾ ഈ ദിവസം ഉണ്ണിച്ചേട്ടന് ഭയങ്കര പനിയായിരുന്നു, ഒട്ടും വയ്യ. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഈ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.